ചരിത്രത്തിൽ ഇടം നേടിയ സ്ഥലമാണ് കണ്ണവം. കണ്ണവത്തെ പെരുവ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കാടിനാൽ ചുറ്റപ്പെട്ട ഇവിടെ കാടോത്ത് ശ്രീ മഹാശിവക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഈ ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപേ പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റ് കാര്യങ്ങളും അധ്യാപകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തോട് ചോദിക്കാം. ചന്ദ്രമാശ, ക്ഷേത്രം എന്നുള്ളത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ധാരാളം ഈ വനത്തിനകത്ത് കാണാൻ കഴിയും. ഒരു രസമുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഒരു ചൊല്ലുള്ളത് ഈ പ്രദേശങ്ങളിൽ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് അന്ന് വെളിച്ചമൊന്നും വേണ്ട ആർക്കും, കാരണം ധാരാളം വീടുകളുള്ള സ്ഥലമായിരുന്നു ഈ പ്രദേശം എന്ന് കരുതുന്നുണ്ട്. മുഴുവൻ കാട് മാത്രമാണ് ഇപ്പോൾ കാട് മാത്രമാണ്. കാട്ടിനകത്ത് കയറിയാൽ വലിയ വലിയ കിണറുകൾ കാണാം, ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, കാവുകളുടെ അവശിഷ്ടങ്ങൾ, അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ നമ്പൂരി കുടുംബങ്ങളുടെ എന്ന് സാമ്യം തോന്നിക്കുന്ന കെട്ടിടങ്ങൾക്ക് ധാരാളം കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ ഇപ്പോഴും ഈ ക്ഷേത്രം മാത്രമാണ് ഒരു സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. ഏതാണ്ട് ഒരു 30 വർഷത്തോളമായിട്ടേ ഉള്ളൂ ഈ ക്ഷേത്രം ഇങ്ങനെ കണ്ടെത്തുകയും ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ അമ്പലത്തിൽ? കാര്യമായിട്ട് ഒന്ന് സാമ്പത്തികമാണ്, ഒരു കൽക്കെട്ട് മാത്രം. ഒന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു വിശ്വാസത്തിലുണ്ട്, ചർച്ചയുണ്ട്. ഒരു 30 വർഷം മുൻപാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും പുതുക്കി ഒന്ന് വിളക്ക് തെളിയിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ക്ഷേത്രത്തിന്റെ ഒരു ഇതും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഒരു കൽക്കെട്ട് മാത്രമായിട്ടാണ് തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ചും കൂടി വികാസം പ്രാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാട്ടുകാരുള്ളത്. ഇതിപ്പോ നാട്ടുകാരാണ് ഏറ്റെടുത്ത്, നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയാക്കി. ഇപ്പം ഈ ക്ഷേത്രത്തിന്റെ ആരാധനയെല്ലാം ഇപ്പം എങ്ങനെയാണ്? ആരാധന സാധാരണയായിട്ട് ഇപ്പോൾ ഉള്ളത് രാവിലെ വൈകുന്നേരമായിട്ട് ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ വിളക്ക് കത്തിക്കും. മലയാള മാസത്തെ അവസാനത്തെ ഒരു ദിവസം സംഗ്രഹമായിട്ട് നമ്പൂരി വന്നിട്ട് ഇതിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അന്ന് കാര്യമായിട്ടുള്ള ആളുകളൊക്കെ വരും. നാട്ടുകാരൊക്കെ വന്നിട്ടൊരു 100-150 ആൾക്കാർ എല്ലാ മാസം അവസാനം ഉണ്ടാവും. പൂജകളുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെങ്കിലും പൂജ ഉണ്ടാവും. ഇവിടെ ശിവന്റെ ക്ഷേത്രം ആയതുകൊണ്ട് ശിവരാത്രിക്ക് പ്രത്യേകതകൾ ഉണ്ടാവും അല്ലേ? പ്രത്യേകതകൾ സാധാരണയുള്ള പ്രത്യേകതകൾ തന്നെ. ഈ കഴിഞ്ഞ ശിവരാത്രി ദിവസം നല്ല ആഘോഷം ഉണ്ടായിരുന്നു. തലേ ദിവസം നല്ല ആഘോഷം ഉണ്ടായിരുന്നു. ഫുള്ള് പിറ്റേ ദിവസം രാവിലെ വരെയുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു. നമ്പൂരിമാർ ഒരു 8 മണിയാകുമ്പോഴേക്കും പൂജകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി. ശിവരാത്രി ഉറക്കൊഴിയെന്നുള്ളതാണല്ലോ. പിറ്റേ ദിവസം വരെ ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കെല്ലാം എങ്ങനെയായിരിക്കും? കാരണം ഇവിടെ കാണുന്ന കല്ലുകളൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള കല്ലുകളാണ്. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർക്ക് മുന്നേ തന്നെ കാണുന്നില്ലേ, വളരെ ഈ 2 തരത്തിലുള്ള കല്ലാണ് ഉള്ളത്. ഒന്ന് ചെങ്കല്ലും അതിന് മുന്നേ ഒരു ചെങ്കല്ലല്ലാത്തൊരു കല്ലിൻ്റെ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 600 വർഷമെങ്കിലും പഴക്കം തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ശിവനും ഇവിടെ വിഷ്ണുവാണ്. പിന്നെ അവിടെ ഭഗവതിയുടെ ഒരു തറ കെട്ടിവെച്ചല്ലേ, ഭഗവതിയുണ്ട്. ഇത് കാടിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം അങ്ങനെ വന്യമൃഗശല്യമുണ്ട്. കാട്ടുപോത്തുകൾ ധാരാളമുള്ള സ്ഥലമാണത്. പിന്നുള്ളത് ഇതിന് റോഡ് വരെ ഏതാണ്ട് ഒരു 2 ഏക്കറോളം സ്ഥലം വനംവകുപ്പ് വനാവകാശ നിയമപ്രകാരം ഈ ക്ഷേത്രത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മരങ്ങളൊന്നും വനംവകുപ്പ് കട്ട് ചെയ്ത് കൊണ്ടുപോകാറില്ല. എന്നാലിത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മുറിക്കാനും പാടില്ല. അതാണ് വനനിയമം. നാട്ടുകാരുടെ നേതൃത്വത്തിലാണല്ലേ ഇപ്പോൾ ഇത് സംരക്ഷിക്കുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഒരുപാട് ഇതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കിണറുകൾ ഇതിനടുത്ത് തന്നെ വലിയ കിണറുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാട്ടുകാരുള്ളത്. പിന്നെ ഇത്രയും നല്ലൊരു അന്തരീക്ഷം ആയതുകൊണ്ട് പഴശ്ശിരാജയുടെയൊക്കെ ഷൂട്ട് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. പഴശ്ശിരാജയും ബാഹുബലിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത ഏരിയയാണ്. മാത്രമല്ല ധാരാളം സിനിമകൾ, തമിഴ് സിനിമകളടക്കം തെലുങ്ക് സിനിമകളടക്കം ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴശ്ശിയുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. പഴശ്ശി ലൈനും പഴശ്ശി
ഈ പാനൂർ ഭാഗത്തു നിന്ന് മലയിലൂടെ പോയി വയനാട്ടിലേക്ക് പോയ ഒരു ലൈൻ വഴി ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് വനംവകുപ്പ്. പഴശ്ശി ലൈനായിട്ട് തന്നെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. എല്ലാ വർഷവും അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. ട്രക്കിങ്ങിനൊക്കെ ഈ ആളുകൾ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ വന്നിട്ട് ആ വഴിക്ക് പോകാറുണ്ട്. ഒരു ക്ഷേത്രം എന്നതിലുപരി ഒരു ചരിത്ര പ്രാധാന്യമേറിയ, ചരിത്ര തുടിപ്പുള്ള ഒരു ഇടം എന്ന നിലയിൽ ഇത് സംരക്ഷിക്കപ്പെടട്ടെ. അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവന്റ്സിലൂടെ. ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ. എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാബ്, കണ്ണൂർ. കോൾ 9562597704 8848194493.